സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രശ്നം, നമ്മളെ മക്കൾ എവിടെയും ചെറുതാകണ്ട. അള്ളാഹു നമ്മളെ മക്കളെ ചെറുതാക്കാതിരിക്കട്ടെ. കാസർഗോഡ് ഒരു ആചാരടുത്ത് പോയി അടുത്ത് നമ്മളെ ഇവിടെ മുടിപ്പില് വേദന വന്നു. നമ്മളെ അഷ്റഫ് തങ്ങൾ അതൊരു മഞ്ഞമ്പാറ കുറെ സ്ഥാപനം എജു പാർക്ക് അവിടെ വേദന ഒന്ന് പിറ്റേന്ന് SYSന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു കാസർഗോഡ്. അപ്പൊ ഞാൻ അവിടെ ഒരു ആചാര വീട്ടിൽ താമസിച്ചു. ഞാൻ നാട്ടിൽ പോയിട്ട് കുറെ അങ്ങ് പോയിട്ട് ഇങ്ങോട്ട് വരണ്ടേ. അതുകൊണ്ട് രാവിലെ സുബഹി നിസ്കരിച്ചു. അദ്ദേഹത്തിന്റെ മകനുണ്ട്, +2 പഠിക്കുന്ന മോനാ. അപ്പൊ ഞങ്ങളിങ്ങനെ സുബഹി നിസ്കരിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ഈ ആചാര്യ പറയാണ്, ഉസ്താദെ, ഈ മൊബൈല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ച് മരിച്ചു പോയിനെങ്കിൽ കുറെ നന്നായി പോവല്ലേ. ആചാര്യ പറഞ്ഞ പ്രായമുള്ള ആളെന്ന് ചോദിച്ചാൽ ഒരു 10-55 വയസ്സുണ്ടാവും. ഉപരി പറയാണ്, നമ്മൾ ഈ മൊബൈല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ച് മരിച്ചു പോയിനെങ്കിൽ എത്രയോ നന്നായി പോവല്ലോ, എത്ര സമയം അതിനെ കൊണ്ട് പോകുന്നു. എന്നിട്ട് മൂപ്പര് പറയാണ്, എന്റെ മോനില്ലേ, ഇവന് ഞാൻ ഇതുവരെ മൊബൈല് വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇന്നായില്ല ചെല്ലാനാ തോന്നുന്നല്ല, അല്ലാഹു അക്ബർ അല്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? 12ാം ക്ലാസ് +2 പഠിക്കുന്ന മോൻ, 17 വയസ്സുള്ള മോന് ഇതുവരെ ഞാൻ മൊബൈല് വാങ്ങിക്കൊടുത്തിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ ഇങ്ങനെ നോക്കി, ഉപ്പാനോട് ഇത് പറയുമ്പോ ഈർഷ്യത, ദേഷ്യം, ഗൗരവം എന്തെങ്കിലും ഇവന്റെ മുഖത്തൊന്നും ഉണ്ടാവുമല്ലോ. ഇവനൊന്നും ഒരു വിഷയമില്ല, ഇവനിങ്ങനെ ചിരിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നി ഇവൻ പൊട്ടനായിരിക്കും അല്ലേ, ഒരു മഫനായിരിക്കും, തക്ലീഫില്ലാത്ത ഗൈറു മുക്കല്ലഫായിരിക്കും. അല്ല, ഇവൻ അധികം A+ വാങ്ങുന്ന മോനാ, നല്ല ഉഷാറുള്ള കുട്ടിയാണ്. ഇവൻ ഉപ്പാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാണ്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. ഖലീലായ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മോനോട് പറഞ്ഞില്ലേ, മോനെ, ഞാൻ നിന്നെ അറുക്കുന്നത് സ്വപ്നം കാണുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? ബുദ്ധിമാനായ താഴ്മയുള്ള ബാപ്പയെ അനുസരിക്കുന്ന അള്ളാഹനെ പേടിയുള്ള പൊന്നുമോന്റെ മറുപടി, ബാപ്പാനോട് പറഞ്ഞത് ബാപ്പ ചെയ്തോളൂ, ഞാൻ ക്ഷമയുള്ള മോനാ. ആ സമയത്ത് ആ കുട്ടിയുടെ പുഞ്ചിരി കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മളെ മക്കളെയൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. എന്നിട്ട് ഈ ഉപ്പ പറയാണ്, ഇയാൾ ഈ ദുനിയാവിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ഇയാൾ പറയാണ്, ഓന് പഠിക്കാനല്ലേ ഉണ്ടാവുമല്ലോ, സ്കൂളിലൊക്കെ പഠിക്കാനുള്ളത്. അത് എന്റെയോ ഭാര്യന്റെയോ ഫോണിൽ ഞാൻ മേശരമുള്ള വെച്ചിട്ട് ഓന് സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഞാനുണ്ടെങ്കിൽ എന്റെ ഫോണ്, അല്ലെങ്കിൽ ഭാര്യന്റെ ഫോണ്, അതിൽ ഓന് പഠിക്കേണ്ടത് എഴുതേണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഓന് സ്വന്തമായിട്ട് ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല. 10 iPhone ഒന്നിച്ച് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ആചാര്യ പറയുന്നത്. നിങ്ങൾ വിചാരിക്കണ്ട അയാളൊരു എന്ന ആചാരാന്ന്. അല്ല, ഉഷാറുള്ള ആചാര്. നമ്മളെ മക്കളെ നന്നാക്കണേ. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, മക്കള് പറയാണ്, ഞങ്ങൾക്ക് നാസ്ത വേണ്ട, എനിക്ക് ചായ വേണ്ട. എന്നാ പിന്നെ മോനെ, നീ മൊബൈൽ നോക്കിക്കോ. മൊബൈൽ ഓണാക്കി കൊടുത്തു. ഓന് കറി വേണ്ട, 10 ഒരേ തിന്നല. കറിയൊന്നും കൂട്ടിയിട്ടില്ല, പഞ്ചസാരയും കൂട്ടിയിട്ടില്ല, കറിയും കൂട്ടിയിട്ടില്ല. ഇവൻ അറിഞ്ഞിട്ടില്ല ഈ 10 പോകുന്ന. ഇവൻ അറിയണ്ടേ എത്ര 10 തിന്നും ജഗനെ വിടുത്തില്ല. മൊബൈല് നോക്കിയിട്ട് 10 പോയി. അല്ലെങ്കിലോ ഒരു 10 നല്ല 4 കുത്തും ധനം കൊടുക്കേണ്ട പേർക്ക്. ഒരു 10 2 കുത്തുവാണ് സാധാരണ പുരയില്. മൊബൈല് കൊടുത്താ പിന്നെ കുത്തു വേണ്ട, അടി വേണ്ട, തൊഴി വേണ്ട, ചീത്ത പറയണ്ട, ബഹളം ഉണ്ടാക്കണ്ട, ഉമ്മ നുള്ളു കൊടുക്കണ്ട, ഒന്നും വേണ്ട. മോന് മൊബൈല് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോൻ എന്ത് വേണമെങ്കിൽ തിന്നും, എലിക്കാട്ടം വരെ എടുത്തു തിന്നു അതിന്റെ ഇടയിൽ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ല ഞാൻ. ഇവിടെ ഒക്കെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലേ? ഓ, നിങ്ങൾ കണ്ടോ? ഒരാഴ്ച മുമ്പ് കേരളത്തിലാണ് സംഭവിച്ചത്. നിങ്ങൾ കർണാടകയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കർണാടകയിലെ എഴുത്ത ടെസ്റ്റിലും ഞാൻ കണ്ടു. 14 വയസ്സുള്ള മകൻ മൊബൈൽ ഉമ്മയോട് ചോദിച്ചു കൊടുക്കാത്തതിനാൽ കത്തിയെടുത്തിട്ട് ഉമ്മാന്റെ കഴുത്ത് മുറിച്ചു. കണ്ടില്ലേ നിങ്ങള്? അല്ലാ, ഒരാഴ്ചയായിട്ടുള്ളൂ, ഏകദേശം ഒരാഴ്ച. ഏത് മോനാണ് ഈ മോൻ? മോനെ, നീ ചായ കുടിക്ക്, മൊബൈൽ തരാം, ഉമ്മ ഓണാക്കി തരാന്ന് പറഞ്ഞ ആ മോനെ പോലത്തെ മോനാ ഇത്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഇയാളൊരു ഡേഞ്ചർ വേല പറയാൻ വന്നെന്ന് വിചാരിച്ചല്ലേ? ഇയാൾ എന്തോ ഒരു കനുള്ള വേല പറയാൻ വേണ്ടി. അങ്ങനല്ല, ഞാൻ നമ്മളെല്ലാവരും നന്നാകാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം എന്റെ KC റോഡ് എനിക്ക് നല്ല ഇഷ്ടമുള്ള നാടാണ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. എന്റെ എന്റെ പെങ്ങളെ ഭർത്താവ് കിടക്കണുണ്ട് ഉച്ചിലത്ത്. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനേ.
മർഹമത്ത് നൽകണം റഹ്മാനെ. നമ്മളെ കുഞ്ഞുമോൻ ചടക്കുള്ള ഒരുപാട് സ്നേഹികൾ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകട്ടെ. നമ്മളെല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. നിങ്ങളോട് ദേഷ്യം കൊണ്ട് പറയല്ല, സ്നേഹം കൊണ്ട് പറയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധ വേണം, നിതാന്ത ശ്രദ്ധ വേണം, ജാഗ്രത വേണം. നമ്മുടെ മക്കൾ പിഴച്ചു പോകാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മക്കൾ കൈവിട്ടുപോകുന്ന കാലമാണിത്. മൊബൈലിന്റെ അതിപ്രസരം നമ്മുടെയൊക്കെ വീടുകളിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് കിട്ടിയാലേ മക്കള് ഭക്ഷണം കഴിക്കൂ, ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് മെല്ലെ മെല്ലെ മക്കളെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരായി പോകുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ.